ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നെടുമങ്ങാട് ഒരു വൃദ്ധസദനത്തിൽ നമ്മൾ അമ്മമാരെ കാണാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടെയാണ് ഇന്ന് അമ്മമാരെ കാണാൻ വേണ്ടി പോകുന്നത്. ലോങ് വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ നെടുമങ്ങാട് ബസ്സിലാണ് കയറിപ്പോയത്. കുറേ നാളായി KSRTCയിലൊക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട്. അങ്ങനെ വളരെ സുഖകരമായ യാത്രയായിരുന്നു. പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി. പൊതുവേ നല്ല ചൂടായിരുന്നെങ്കിലും കുഴപ്പമില്ല. അവരെ കാണാൻ പോകുന്നൊരു ആകാംക്ഷയിലായിരുന്നു ഞാനും ഉമ്മച്ചിയും. പിന്നെ ഉമ്മച്ചി ഓട്ടോക്കാരനോട് സംസാരിക്കുകയായിരുന്നു നമ്മൾ പോണ സ്ഥലത്തിനെ പറ്റിയിട്ടൊക്കെ. അങ്ങനെ ആ ഒരു വൃദ്ധസദനം എത്തി. നെടുമങ്ങാട് നഗരസഭയിലെ കീഴിലുള്ളതായിരുന്നു. സ്നേഹാലയം എന്നാണ് പേര്. അങ്ങനെ ഏകദേശം അവിടെ എത്തി. സ്നേഹാലയം, അവിടെ കുറേ അമ്മമാരുണ്ട്. ഞാൻ അവരെ കാണാനുള്ള ആകാംക്ഷയോടെയാണ് ഞാൻ ആ ഓട്ടോയിൽ ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു. അവിടെ എത്തി. ഫസ്റ്റ് തന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു ഉമ്മമ്മ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ ആളെ മനസ്സിലായിട്ടില്ല, ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. പിന്നെ മനസ്സിലായപ്പോൾ ഭയങ്കര കെട്ടിപ്പിടുത്തവും ഉമ്മ വെക്കലൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ പോയിരുന്ന് അവിടെ പുതിയ പുതിയ അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ പരിചയപ്പെടുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഞാൻ വീഡിയോയും ഫോട്ടോയൊക്കെ ഇടുന്നത് നല്ല ഇഷ്ടമാണ്. പിന്നെ കണ്ടില്ലേ, ഒരു അമ്മ വയസ്സായ ഒരു 103 വയസ്സായിട്ടുള്ളൊരു അമ്മയാണ് കിടക്കുന്നത്. പിന്നെ ഇതാ ഇവരൊക്കെ ചോറ് കഴിച്ചിട്ട് അങ്ങനെ പാത്രമൊക്കെ കഴുകി വെക്കണ തിരക്കിലായിരുന്നു. അമ്മുമ്മ, ഇത് ഓമനാമ്മ എന്നാണ് പേര്. പുള്ളിക്കാരി ഭയങ്കര വർത്തമാനക്കാരിയാണ്, നിർത്തൂല സംസാരിച്ചാൽ. ഉമ്മച്ചീനോട് എന്നോട് അങ്ങനെ സംസാരിക്കണ വിശേഷങ്ങളൊക്കെ പറയാണ്. അതിൻ്റെ ഇടയിൽ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പാട്ട് പാടിത്തരാനുള്ള ഒരുക്കത്തിലുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. പിന്നെ പാട്ട് പാടി തന്നു കേട്ടോ. ഏതായാലും പാട്ട് പാടി തന്നു. ഒരാൾ പാടിയപ്പോൾ തന്നെ അടുത്ത ആൾക്ക് പാടണമെന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പ് ആലോചിക്കുകയാണ് പുള്ളിക്കാരി, ഏത് പാട്ട് പാടണമെന്നുള്ളത്. പിന്നെ അടുത്ത ആളെ വിളിക്കുകയാണ്, നീ എൻ്റെ അടുത്ത് വന്നിരിക്കുക ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. നമ്മൾ ചെറിയ കുട്ടികളുടെ അടുത്ത് എങ്ങനെ ഇടപെടണേ അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് പാടാമെന്ന് പറഞ്ഞു. കൂട്ടുകാരിയെ പിടിച്ച് അടുത്തിരുത്തി പാട്ട് പാടിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇനി ഒരു പാട്ട് രണ്ടുപേരും കൂടെ. അപ്പം ഞാൻ വളരെയധികം പ്രോത്സാഹനം കൊടുത്തിരുന്നു, പാട്ട് പാടിക്കോ, ആരാണ് നന്നായിട്ട് പാടണേന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ ഈ അമ്മൂമ്മ പാടി തുടങ്ങി. നന്നായിട്ട് പാടിയിട്ടുണ്ട്. നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരോരേ ആവത്തങ്ങാർക്കുമോട്ടില്ലതാനും ഇന്നലെയോളമറിഞ്ഞിടുന്നു നന്മ വരുത്തുന്ന ഭഗവാനെ. മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരുമൊന്നുപോലെ ആവത്തങ്ങാർക്കുമോട്ടില്ലതാനും ആവോളം മോടികൾ കൂട്ടിടേണം. അത്തം തുടങ്ങുന്ന 10 നാളിൽ കണ്ണേകരയല്ലേ ആശ പൂങ്കാവില്ലാനുന്നത്തേനല്ലേ ആനുന്ന പൊന്നുമണിയല്ലേ ആടിപ്പാടുമൻ്റരീരാരോ ഹൈദേരൻ പുത്രൻ മകനല്ലേ ഹാമി ജദ്ദായി മണ്ണിൽ ജനിച്ചില്ലേ എൽമം താമായുന്ന മുക്കല്ലേ കരുണ വിളയുങ്കാനി മോനേരാരോ.
അങ്ങനെ പാട്ടൊക്കെ കേട്ടില്ലേ, അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചത്. നമ്മൾ ഓരോ കുശലമൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അവിടെ ഇരുന്നാൽ നമുക്ക് ഒരു സങ്കടവും വരില്ല കേട്ടോ. വളരെ സന്തോഷത്തോടെ അവരെ കൂടെ നമുക്ക് ഈ ചിലവഴിക്കാൻ പറ്റും. അവർക്ക് സ്വന്തം മോളെ പോലെ തന്നെയാണ് നമ്മളെ കാണുന്നത്. കണ്ടേ അച്ഛന്മാരൊക്കെ ഉണ്ട്, അച്ഛന്മാരൊക്കെ താഴെ ഇറങ്ങി വന്നു. അവിടെ കുറച്ച് അമ്മമാരും അച്ഛന്മാരും അവരവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ. അച്ഛന്മാരൊക്കെ ഭയങ്കര സൈലൻ്റാണ്. അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പരാതികളും പരിഭവമൊക്കെ ഉണ്ടെങ്കിലും നമ്മളവിടെ പോയിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ത് തരണമെന്ന് എല്ലാം കയ്യിൽ തരും. അവരുടെ കയ്യിലുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ തരും, നമ്മളെ കൊണ്ട് കഴിപ്പിക്കും കുടിപ്പിക്കുകയൊക്കെ ചെയ്യും. പാവ അമ്മമാരാണ്. അതുപോലെ അവിടെ നോക്കണ ചേച്ചിമാർ ഒരു നമുക്കൊരു കംപ്ലൈൻറ്റും പറയാനില്ല. കാരണം അത്രയും പൊന്നു പോലെയാണ് അവരെ നോക്കണത്. ഈ അമ്മ എൻ്റെ നമ്പർ ചോദിക്കാം കേട്ടോ, ഫോൺ നമ്പർ. ഞാൻ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശരിക്കും പുള്ളിക്കാരി എന്നെ വിളിച്ചു കേട്ടോ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ എന്നെ വിളിച്ചു, വീടെത്തിയോ എന്നൊക്കെ ചോദിച്ചു. വളരെ സ്നേഹമുള്ള അമ്മമാരാണ് അവിടെ ഉള്ളത്. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയല്ലേ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഉമ്മ കൊടുക്കുമ്പോൾ മനസ്സിങ്ങനെ പെടയാണ്. കാരണം പിന്നെ എനിക്കും ഉണ്ടല്ലോ, ഞാൻ ഉൾപ്പെടെ ഒരു അമ്മയാണ്, ഉമ്മയാണ്. അപ്പോൾ നമുക്കൊന്നും ഈ ഒരു അവസ്ഥ വരരുതേ എന്നുള്ളതാണ് പ്രാർത്ഥന. കാരണം അവരുടെ മനസ്സിൽ അവരുടെ മക്കളെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവരെല്ലാവരും ഫുൾ ടൈം ഉള്ളത്. ഒരാൾ പോലും അവരെ മക്കളെ കുറ്റം പറയാതെ എപ്പോഴും മക്കളെ പറ്റി നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള നിറയെ സ്നേഹം തരുന്ന അമ്മമാരാണ്. നിങ്ങൾ കണ്ടില്ലേ, ആ ചിരിയൊക്കെ കണ്ടില്ലേ, എത്ര നിഷ്കളങ്കരായ ഉമ്മമാരും അമ്മമാരാണെന്നറിയോ അവിടെ ഉള്ളത്. ശരിക്കും ഇവരുടെ ഇടയിലൊക്കെ ഇടയ്ക്കൊന്ന് പോയിരിക്കണം. അപ്പോഴേ നമ്മുടെ ലൈഫ് എത്രത്തോളം നമുക്ക് ദൈവ അനുഗ്രഹം തന്നതാണെന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നും നമ്മൾ എന്തൊക്കെ ആയിത്തീരണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മത്സരമാണ് ഉമ്മ കൊടുക്കുക. എനിക്ക് തരണില്ലേ എന്നാണ്. ചെറിയ മക്കളെ പോലെയാണ്. വളരെ നിഷ്കളങ്കരായ അമ്മമാരും ഉമ്മമാരുമാണ് അവിടെ ഉള്ളത്. അവിടെ എത്ര സമയം ചിലവഴിച്ചാലും മതിയാവില്ല. പിന്നെ നെടുമങ്ങാട് തന്നെയാണ് സ്ഥലം. ഇതുപോലെ ഒരുപാട് സ്ഥലത്തുണ്ട്. നിങ്ങളെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ അമ്മമാരെ പോയി കാണണം, അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കണം. കണ്ടില്ലേ, വിടണില്ല, കെട്ടിപ്പിടിച്ചിട്ടാ ഒരു വിധമാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. അത്രയും സ്നേഹം നിറഞ്ഞ അമ്മമാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്തുള്ള ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ അമ്മമാരെ പോയി കാണുക, അവരെ കൂടെ ഇരിക്കുക. അവർക്ക് ഇതുപോലെ പാട്ടും കഥകളും അവരുടെ മനസ്സിലുള്ള ഭാവനകളൊക്കെ വളർത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അവരെ മാക്സിമം സന്തോഷിപ്പിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റണ ജീവിതത്തിൽ. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റണ നല്ല നല്ല കാര്യങ്ങൾ. അത് വലിയ കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതുപോലെ ഒരുപാട് അമ്മമാർ പല സ്ഥലത്തും കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവരുടെ അടുത്ത് എത്താൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ അമ്മമാരുടെ അടുത്ത് നിന്ന് ഇറങ്ങി നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ അവിടെ സ്പെഷ്യൽ ഫ്രൂട്ട് സർബത്ത് ഉണ്ടായിരുന്നു. അത് മേടിച്ചു, നമ്മൾ രണ്ടുപേരും കുടിച്ചു. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം നമുക്കും അതുപോലെ അമ്മമാർക്കും മറക്കാനാവാത്തൊരു ദിവസമായി മാറി എന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്